നമസ്കാരം. സമാദരണീയനായ അധ്യക്ഷൻ ഉൾപ്പെടെ ആദരണീയനായ ഹമീദ് സാറ്, ജയപ്രസാദ് സാറ്, സജീവ് വക്കീൽ ഉൾപ്പെടെ എല്ലാ അതിഥികളെയും ഞാൻ വണങ്ങുന്നു. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോട് അവർ നേരിടുന്ന അങ്ങേയറ്റം ഹീനമായ അക്രമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ലോക മനുഷ്യാവകാശ ദിനത്തിൽ അവരോട് ഐക്യപ്പെടാൻ വന്നു ചേർന്ന എല്ലാ മനുഷ്യസ്നേഹികളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. യുവാൽ നോഹ ഹരാരി ആണ് പുതിയ ലോകത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് ഞങ്ങളെപ്പോലുള്ള വായനക്കാരെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. 3-4 പുസ്തകം കൊണ്ട് അദ്ദേഹം കാലത്തെ അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സാപ്പിയൻസ് ഭൂതകാലത്തെക്കുറിച്ചാണെങ്കിൽ ഹോമോ ഡ്യൂസ് ഭാവി കാലത്തെക്കുറിച്ചാണ്. 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി വർത്തമാനകാലത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം നെക്സസ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ലോകത്തിലെ ഒരു ആശയത്തെ വിചാരണ ചെയ്യാൻ പുതിയ ലോകം സ്വീകരിക്കേണ്ട ഒരേ ഒരു മാനദണ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്കൊരു ആശയം വിൽപ്പനയ്ക്ക് വെക്കണമെങ്കിൽ, അതൊരു മതമാകട്ടെ, അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാകട്ടെ, ഒരു ചരിത്ര പുരുഷനാകട്ടെ, നിങ്ങൾ വിൽപ്പനയ്ക്ക് വെക്കുമ്പോൾ അത് അല്ലെങ്കിൽ ആ ആശയം അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ലോകത്തിലെ മനുഷ്യാവകാശങ്ങളോട് എങ്ങനെ പെരുമാറി എന്ന് മാത്രം പരിശോധിച്ചാൽ മതി എന്ന് യുവാൽ നോഹ ഹരാരി പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ഒരു അനിയനാവാനുള്ള പ്രായമേ ഉള്ളൂ അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ലോക നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ്. ഞാൻ ഈ സമയത്ത് ഇവിടെ പറഞ്ഞ വ്യത്യസ്ത വീക്ഷണകോണുകളിൽ നിന്നൊരു പക്ഷേ ഏറ്റവും സമ്പന്നമായൊരു സെമിനാറായി ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വ്യത്യസ്തമായ വീക്ഷണകോണിൽ നിന്ന് മനുഷ്യാവകാശങ്ങളെ സവിശേഷമായൊരു ഇന്ത്യൻ സാഹചര്യത്തിൽ, ലോക സാഹചര്യത്തിൽ വിശകലനം ചെയ്തുകൊണ്ടുള്ള നിരീക്ഷണങ്ങളാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഞാൻ ഇതിനോട് ചേർത്ത് പറയേണ്ട ഏതാനും കാര്യങ്ങളേ ഉള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇന്ത്യയിലും പുറത്തുമൊക്കെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഇത്തരം തിരിച്ചറിയലിലും അപലപിക്കപ്പെടുന്നതിലും ഒക്കെ ഒരു പ്രയോറിറ്റി പലപ്പോഴും പാലിക്കപ്പെടുന്നുണ്ട് എന്നത് ഒരു മൗനമായ പ്രയോറിറ്റിയാണ്, ക്രൂരമായൊരു പ്രയോറിറ്റിയാണ്. ഇപ്പോൾ ഹമീദ് സാറ് പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷേ എപ്പോഴും ഓർക്കേണ്ടത്, നമ്മൾ മനുഷ്യാവകാശങ്ങളെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയരാകുന്ന ഇരകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അക്രമി ആരാണ് എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അപലപിക്കാൻ തയ്യാറാവുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ കേരള ചരിത്രത്തിലെ ചില ഉദാഹരണങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. കേരള ചരിത്രം പറയുന്ന ഒരു വിശാരദന്മാരും മഹാപണ്ഡിതന്മാരും നമ്മുടെ രാഷ്ട്രീയ ബുദ്ധിജീവികളൊന്നും ഒരിക്കലും പറയാത്തൊരു വാക്കാണ് രാമസിംഹൻ്റെ പേര്. അങ്ങനെ പറയാറില്ല. എന്തുകൊണ്ടാണ് ചേകനൂർ മൗലവി എന്നൊരു വാക്ക് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇന്നോളം കാണാതെ പോയത്? 10-30 കൊല്ലമായിട്ടൊരു അസ്ഥിക്കഷ്ണം പോലും കാണാതെ പോയൊരു മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഇത് ലോകത്തിലും അങ്ങനെയാണ്. സദ്ദാം ഹുസൈനെ കുറിച്ച് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പോലും ഉച്ചൈസ്തരം സംസാരിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ജമാൽ ഖഷോഗിയെക്കുറിച്ച് മിണ്ടാത്തത്? അക്രമി ആരാണ് എന്ന് തീരുമാനിച്ചിട്ട് വേണം നമുക്ക് ഇരകളെക്കുറിച്ച് സംസാരിക്കാൻ എന്നൊരു പ്രയോറിറ്റി നിർഭാഗ്യവശാൽ നമ്മുടെ മനുഷ്യാവകാശ നിരീക്ഷണങ്ങളിൽ പ്രകടമാവുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മുടെ ഈ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളോടും അതുണ്ട്. ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പല പേരുകളും വളരെ കൃത്യമായിട്ട്, ഇപ്പോൾ ബർമ്മയിൽ നിന്ന്, മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് ഞാൻ കേരളത്തിൻ്റെ തെരുവുകൾ ഇഷ്ടംപോലെ കേൾക്കാറുണ്ട്. ചൈനയിൽ നിന്ന് പോലും വലിയ തോതിൽ പീഡനം ഏറ്റുവാങ്ങുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെക്കുറിച്ച്, ഉറുഗ്വേ എന്നൊക്കെ വിളിക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളെക്കുറിച്ച് ധാരാളം കേൾക്കാറുണ്ട്. പക്ഷെ അപ്പോഴും പറയേണ്ട, ഇപ്പോൾ ശ്രീലങ്കയിൽ തമിഴ് ദേശീയതക്ക് നേരെ നടന്ന, അല്ലെങ്കിൽ തമിഴ് കൾച്ചറിനെതിരെ നടന്ന, ഒരു പക്ഷേ സിംഹള സംസ്കാരം നടത്തിയ വലിയ അധിനിവേശക്കാലത്ത് പോലും നമ്മൾ കേട്ടത് അതിനെ മതവൽക്കരിച്ച് അത് ഇസ്ലാമിന് നേരെ നടന്ന, ഇസ്ലാമിനെ തുടച്ചു നീക്കാനുള്ള നീക്കങ്ങളായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും ചിലതൊക്കെ വലിയ തോതിൽ പറയാതിരിക്കുന്നുണ്ട് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യാവകാശ ലംഘനങ്ങളെ വിലയിരുത്തുന്നതിലും ഒരു സാമാന്യമായ നീതിബോധം, പലപ്പോഴും പ്രയോറിറ്റി ഇല്ലാത്ത, അല്ലെങ്കിൽ ആരാണ് അക്രമി എന്ന് നോക്കിയിട്ട് ഇരകളെ തിരിച്ചറിയുകയും പറയുകയും ചെയ്യുന്ന ഒരു രീതിശാസ്ത്രം ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ഇരവാദികളുടെ അവസരവാദം എന്നാണ് ഇതിനോട് ചേർത്ത് ഈ ഒരു നിർണായകമായ ദിവസത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാൻ തോന്നുന്നു. 2, ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട അപകടം നമ്മൾ കാണേണ്ടതുണ്ട്. മറ്റെവിടെയും ഇല്ലാത്തൊരു അപകടമാണത്. അത് യഥാർത്ഥത്തിൽ ലോകത്തിലെ ഒരു രാജ്യത്തോടും അതിൻ്റെ മണ്ണിനോടും അതിൻ്റെ സംസ്കാരത്തോടും സംസ്കൃതിയോടും പാരമ്പര്യത്തോടും തത്വചിന്തയോടും ഒന്നും കൂറില്ലാത്ത മനുഷ്യന്മാർ, മതമാണ് ലോകമാകെ എൻ്റെ രാജ്യമെന്ന് വിശ്വസിക്കുന്ന പാൻ ഇസ്ലാമിക് വിചാരം,
അതുണ്ടാക്കുന്ന അപകടം വളരെ വലുതാണ്. പാകിസ്ഥാൻ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്നൊരു വാക്ക് ഇവിടെ പ്രയോഗിച്ചുകൊണ്ട് മാത്രം പറയല്ല. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചൊക്കെ ഞങ്ങളെപ്പോലുള്ളവർ ഇപ്പോൾ ചാനൽ ചർച്ചയൊക്കെ ചെല്ലുമ്പോൾ കേൾക്കുന്ന ആദ്യത്തെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശ് ഭരിച്ചിട്ടില്ലല്ലോ, പാകിസ്ഥാൻ ഭരിച്ചിട്ടില്ലല്ലോ, ഇന്ത്യ ഭരിച്ചിട്ടില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമി ഭരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചാണ് നിങ്ങൾ ഇല്ലാത്ത ശത്രുവിനെ, ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുകയാണെന്നൊക്കെ പറഞ്ഞാണ് ആരോപണം. ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഭരിക്കാൻ അവസരം കൊടുക്കുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ഭരണമില്ലാതെ ഇരുട്ടിൻ്റെ ശക്തിയായി നിൽക്കുന്ന ഈ പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ഇത് വലിയ അപകടം ഉണ്ടാക്കണം, ചെറിയ അപകടമല്ല. ഇപ്പോൾ കേരളത്തിൽ, ഇപ്പോൾ മലപ്പുറത്ത് ജീവിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമി എവിടെയുണ്ട്? ജമാഅത്തെ ഇസ്ലാമി എനിക്ക് തോന്നുന്നു വെൽഫെയർ പാർട്ടിയൊക്കെ വളരെ കുറച്ച് കൈവിരലിലെണ്ണാവുന്ന അംഗങ്ങൾ മാത്രമേ കേരളത്തിലെ പഞ്ചായത്തുകളിൽ പോലും ഉള്ളൂ, നഗരസഭകളിൽ എവിടെയായാലും വളരെ വളരെ. പക്ഷേ അതുകൊണ്ട് അധികാരത്തിൽ അവരില്ല, അവരുടെ ഒരു സാന്നിധ്യമില്ല, ശരിയാണ്. പക്ഷേ അധികാരത്തിലില്ലാത്ത അവർ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, മൊത്തത്തിൽ സെക്കുലർ പ്രസ്ഥാനങ്ങളെ പോലും ആശയങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, തീരുമാനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു, നയപരിപാടികളെ എങ്ങനെ ബാധിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ കമ്മിറ്റിക്ക് പോകുന്നവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കമ്മിറ്റിക്ക് പോകുന്നവർ എന്ത് വായിച്ചാണ് അല്ലെങ്കിൽ എന്ത് കണ്ടാണ്, ഏത് പ്രിന്റ് മീഡിയയുടെ, ഏത് ദൃശ്യമാധ്യമത്തിൻ്റെ സ്വാധീനമാണ് അവരുടെ ചർച്ചകളിൽ പ്രകടമാവുന്നത് എന്നും വളരെ കൃത്യമാണ്, വളരെ ക്ലിയറാണ്. അതുകൊണ്ട് ഏത് നിരീക്ഷണത്തെ കിട്ടിയാലും ഈ അടുപ്പ് കൂട്ടി ചർച്ച നമ്മൾ പറയാറുണ്ട്, 3 പേര് ഇരുന്ന് നടത്തുന്ന ചർച്ച ഏതൊരു ലോക കാഴ്ചയെയും ഏത് ആംഗിളിലാണ് അവതരിപ്പിക്കുന്നത്, അതെങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ സ്വാധീനിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇല്ല, ശരിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിലില്ല എന്ന് ശരിയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയെ ഉൾപ്പെടെയുള്ള, എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക മൗലികവാദ പ്രസ്ഥാനങ്ങൾക്കെങ്കിലും ചേരാവുന്ന ഏറ്റവും നല്ല പേര് തീർത്തും അവസരവാദികളായ കൂലിത്തല്ലുകാർ എന്നാണ്, ചോറ്റുപട്ടാളക്കാർ എന്നാണ്. യാതൊരു തർക്കവും വേണ്ട. അവർ മാത്രമല്ല, എത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഞാൻ ബിൻ ലാദനെ കുറിച്ച് വളരെ വിസ്തരിച്ച് പഠിക്കാൻ ശ്രമിക്കുകയും ഒരു പുസ്തകം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബിൻ ലാദൻ ആരാണ്? ബിൻ ലാദന് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എല്ലാ പിന്തുണയും കൊടുത്തത്, പരിശീലനം കൊടുത്ത്, ആയുധം കൊടുത്ത്, അർത്ഥം കൊടുത്ത് കയറ്റിവിട്ടതാണ് കാബൂളിലേക്ക്. അന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, സോവിയറ്റ് യൂണിയനെ തകർക്കണം. സോവിയറ്റ് യൂണിയനെ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോഴാണ് ഇത് അമ്മയുടെ നെഞ്ചത്തേക്ക് തിരിച്ചു വരുന്ന അവർക്ക് തിരിച്ചറിവുണ്ടായത്. ഇത് ബിൻ ലാദൻ്റെ മാത്രം കഥയല്ല, എല്ലാവരുടെയും കഥയാണ്. ഇതെല്ലാവരുടെയും കഥയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൗതുകം നിറഞ്ഞൊരു കാഴ്ച നിങ്ങൾ കണ്ടോ? ബംഗ്ലാദേശിൽ ഈ കലാപം മുഴുവൻ ഉണ്ടാക്കുന്ന ആരാണ്? കോർപ്പറേറ്റ്സ് ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ സോറസിൻ്റെ പണം കൊണ്ടാണ്, ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ജോർജ് സോറസ്, അലക്സാണ്ടർ സോറസ് എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. സോറസിൻ്റെ പണമാണ്. 3 കാര്യങ്ങൾക്കാണ് ലോകത്തിലെ കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. 3 കച്ചവടമാണ് അത്ര ലോകത്തെ ഏറ്റവും തകൃതിയായ കച്ചവടം. കോർപ്പറേറ്റ് വാരിയേഴ്സ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, കൂലിപ്പട്ടാളം. ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾക്ക് വേണ്ടി 3ാം ലോക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത് ആ രാജ്യത്തിൻ്റെ ദേശീയവാദികളായ മനുഷ്യന്മാരല്ല, മറിച്ച് ലോകത്തിലെ 3ാം ലോക രാജ്യങ്ങളിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത് വലിയ ശമ്പളം കൊടുത്ത്, പരിശീലനം കൊടുത്ത് കച്ചവടം ചെയ്തിട്ട്, ഇത്ര ദിവസം കച്ചവടം ചെയ്താൽ ഇന്ന രാജ്യത്ത് പോയി ചെയ്താൽ ഈ കൂടിയ ശമ്പളം വാഗ്ദാനം ചെയ്യുന്ന കോർപ്പറേറ്റ് വാരിയേഴ്സാണ്. ഒന്ന് പട്ടാള കച്ചവടം, ആയുധ കച്ചവടമാണ്. ഒന്ന് അതാണ്, ആയുധവും പട്ടാളത്തെയും, ആയുധ കച്ചവടവും ആ ആയുധം കൊടുത്തിട്ട് കച്ചവടം ചെയ്യുന്ന പട്ടാളക്കാരെയും വിതരണം ചെയ്യുന്നതാണ് ഒന്ന്. രണ്ടാമതൊരു കച്ചവടം, കലാപമില്ലാത്ത സമാധാനത്തിൻ്റെ ഭൂമികയിൽ പോയി കലാപമുണ്ടാക്കാൻ, റിവോൾട്ട് ഉണ്ടാക്കാൻ ഫണ്ടിങ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് സോറസ്, ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. 3ാമതൊരു കച്ചവടം എന്താണെന്നറിയോ? ഇതിനേക്കാൾ ലാഭകരമായ കച്ചവടമാണ്, അത് റീകൺസ്ട്രക്ഷനാണ്. ഞങ്ങൾ അറബിയിലൊരു വാക്കുണ്ട്, മമാത്തി എന്ന് പറയും. ജീവിപ്പിക്കുന്നതും ഭവാൻ, അതാണ് നിർമ്മിക്കുന്നതും, ജീവിപ്പിക്കുന്നതും ഭവാൻ, കൊല്ലുന്നതും ഭവാൻ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്താൻ ആളെ കൊടുക്കാൻ ഒരു കമ്പനി, യുദ്ധം ചെയ്യാൻ ആയുധം കൊടുക്കാൻ മറ്റൊരു കമ്പനി, യുദ്ധമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ പണം കൊടുക്കാൻ മറ്റൊരു കമ്പനി, അത് കഴിഞ്ഞിട്ട് തകർക്കപ്പെട്ട രാജ്യങ്ങൾ പുനർനിർമ്മിക്കാൻ മറ്റൊരു കമ്പനി. ഇതൊക്കെ ഏറെക്കുറെ ചെന്ന് വീഴുന്നത് ഒരേ പെട്ടിയിൽ തന്നെയാണ് എന്ന് പഴയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഡിക് ചെനി എന്നൊരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ 4 കമ്പനികളുണ്ട് ഒരേ സമയം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ വളരെ തന്ത്രപൂർവ്വം ജമാഅത്തെ ഇസ്ലാമിയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ കലാപം ഉണ്ടാക്കിയല്ലോ. കലാപം ഉണ്ടാക്കിയ എന്തിനാണ്? ഇപ്പോൾ ബഷർ അസദ് 50 കൊല്ലം ഭരിച്ചിട്ടാണ്, ശരിയാണ്, ഏകാധിപത്യം. മുല്ലപ്പൂ വിപ്ലവം നടക്കേണ്ടതായിരുന്നു അവിടെ. 2011 തുടങ്ങിയതാണ്, വിജയിച്ചില്ല. എന്തായിരുന്നു വിജയിക്കാൻ കാരണം? ടുണീഷ്യയിൽ നിന്നാണ് മുല്ലപ്പൂ വിപ്ലവം തുടങ്ങിയത്. ടുണീഷ്യയുടെ ദേശീയ പുഷ്പം ജാസ്മിൻ ആയതുകൊണ്ടാണ് അതിന് ജാസ്മിൻ റവല്യൂഷൻ എന്ന് പേര് വന്നത്. ലോകത്തിലെ 10-11 രാജ്യങ്ങളിലേക്ക് അത് പടർന്നല്ലോ. പലയിടത്തും എങ്ങനെ തകർത്തത്? അവിടുത്തെ തൊഴിലില്ലായ്മയ്ക്കും ഏകാധിപത്യത്തിനെതിരായി നടന്ന കലാപങ്ങളെ കൃത്യസമയത്ത് മതം ഇടപെട്ടു. മതത്തിൻ്റെ പേരിൽ, മതം അല്ലാത്തടത്ത് വംശീയതയുടെ പേരിൽ, ഒന്നുകിൽ റേസിസം അല്ലെങ്കിൽ വിശ്വാസം, ഇത് ഇടപെട്ടിട്ടാണ് അത് കലക്കി കളഞ്ഞത്. പലയിടത്തും അങ്ങനെ, ഈജിപ്തിൽ അങ്ങനെയായിരുന്നു, പലയിടത്തും അങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെ അന്ന് സിറിയയിൽ എങ്ങനെ തകർത്തത്? സിറിയയിൽ തകർത്തത് ഷിയ ഭരണാധികാരിയായ
ബഷർ അസാദിനെ സംരക്ഷിക്കാൻ ഇറാൻ ഉൾപ്പെടെയുള്ള ഭരണകൂടം വന്നു, ഇറാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ വന്നു എന്ന് മാത്രമല്ല റഷ്യയുടെ പിന്തുണയും കിട്ടി. അങ്ങനെ 2 വിദേശ രാജ്യങ്ങളുടെ പിന്തുണയോടെ ആണ് ബഷാർ അസാദിനെ ഇത്രയും കാലം നിർത്തിയത്. 50 കൊല്ലത്തെ ഏകാധിപത്യത്തിനെതിരായി നടന്ന കലാപമാണ് ഇപ്പോൾ സിറിയയിൽ നടന്നതെന്ന് പറയാം. എന്നാലോ ബംഗ്ലാദേശിൽ അതാണോ? അല്ലല്ലോ. ബംഗ്ലാദേശ് മോശമല്ലാതെ ഭരിച്ചിട്ടുണ്ട് അദ്ദേഹം. എനിക്ക് തോന്നുന്നു ഹസീന 20 കൊല്ലമാണ് ആകെ ഭരിച്ചത്. ആദ്യത്തെ 5 കൊല്ലം പിന്നെ 15 കൊല്ലം, 20 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. അത്ര മോശമായ ഭരണമായിരുന്നല്ലേ സാറ് പറഞ്ഞല്ലോ ഇവിടെ. ജയപ്രകാശ് സാർ എത്ര കൃത്യമാണ്. HDS ഇന്ത്യയേക്കാളും കൂടുതലാണ് അവർക്ക്. ഇന്ത്യയേക്കാൾ നമ്മളിപ്പോൾ എത്ര അവകാശവാദപ്പെട്ടാലും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ HDI എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ടല്ലോ, ഒരു രാജ്യത്തിൻ്റെ പുരോഗതി കണക്കാക്കുന്ന ഇൻഡെക്സ്, ഷെയ്ഖ് ഹസീന ഭരിക്കുമ്പോൾ ഇന്ത്യയേക്കാൾ മുന്നിലാണ് അവർ. ഒട്ടും മോശമായി ഭരിച്ചവരല്ല. പിന്നെ ഈ പറഞ്ഞ സെക്യുലറിസം എന്നൊക്കെ പറയുന്ന വാക്ക് ഏതാണ്ട് ഒരേ കാലത്ത് 70-ൽ അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ സെക്യുലറിസം ചേർക്കുകയാണ് ചെയ്തത്. അവരേതാണ്ട് അതേ കാലത്ത് എടുത്തു കളയുകയാണ് ചെയ്തത്. പിന്നീട് ഇവരുടെയൊക്കെ അവാമി ലീഗിൻ്റെയും ഷെയ്ഖ് ഹസീനയുടെയൊക്കെ മുൻകൈയിൽ അത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഇപ്പോൾ നടന്നൊരു കാര്യം എന്താണെന്നറിയോ? അവിടെ വിപ്ലവം ഉണ്ടാക്കിയത് ആരാണ്? മുഹമ്മദ് യൂനുസ്. ഞാൻ വിശദീകരിക്കുന്നില്ല, സാർ അവർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് യൂനുസ് അമേരിക്കൻ ഏജൻറ്റാണ്. സോറസ് സാറാണ്, അമേരിക്കൻ പണം ആണ്. ആരാണ് ആയുധം കൊടുത്തിട്ടുണ്ടാവുക? ആരാണ് കലാപം ഉണ്ടാക്കിയിട്ടുണ്ടാവുക? വളരെ കൃത്യമാണ്. അമേരിക്കൻ കലാപമാണ് അവിടെ നടന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇപ്പോൾ അവർക്കുമില്ല, ബംഗ്ലാദേശിനുമില്ല, നമുക്കുമില്ല. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നടന്ന വലിയ അട്ടിമറി പ്രവർത്തനം നിങ്ങൾ കണ്ടോ? വിപ്ലവം നടന്നു കഴിഞ്ഞാൽ അടുത്ത യജമാനെ തേടി പോയിരിക്കുന്നു ബംഗ്ലാദേശിലെ തീവ്രവാദികൾ. അതാണ് ആരുടെ കൂലിത്തല്ലുകാർ. യജമാനെ മാറ്റാൻ ഇവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ ഇക്കഴിഞ്ഞ ആഴ്ച തിരക്കിട്ട് അമേരിക്കയിലെ യൂനുസും കൂട്ടരും, മുഹമ്മദ് യൂനുസും കൂട്ടരും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ, BNPയുടെ ഖാലിദ സിയയുടെ ഒക്കെ നേതൃത്വത്തിൽ തിരക്കിട്ട് നടക്കുന്ന ആലോചനകൾ ആരുമായിട്ടാണ്? ചൈനീസ് നേതാക്കന്മാരുമായിട്ടാണ്. ആലോചിച്ച് നോക്കൂ, എത്ര പെട്ടെന്നാണ് ശത്രുക്കളായ പരമവിരുദ്ധ ശക്തികൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ശത്രുപക്ഷത്തേക്ക് മാറാൻ യാതൊരു മടിയുമില്ലാത്ത കൂലിത്തല്ലുകാരെ കുറിച്ചാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് വിളിക്കേണ്ടത്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിയാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ഇതിനിടയിൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ്. ഇന്ത്യയെ ഷെയ്ഖ് ഹസീനയെ രക്ഷിച്ചു. ഇന്ത്യ ബംഗ്ലാദേശിനെ ഉണ്ടാക്കി. 17,000 ഇന്ത്യക്കാരെയല്ലേ നമ്മൾ കുരുതി കൊടുത്തത്? ഇന്ത്യൻ പട്ടാളക്കാരെയാണ് കുരുതി കൊടുത്തത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിയാണ് ബംഗ്ലാദേശ്. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ തന്നെ വകവരുത്തേണ്ടി വരും. എനിക്ക് തോന്നുന്നു ജയപ്രകാശ് സാറിൻ്റെ ഏതാണ്ട് നിഗമനം അങ്ങോട്ടാണ് ചെന്ന് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ അക്കാഡമിഷ്യന്മാർക്ക് ചില പരിമിതികളുണ്ട്. അവർ അവസാനത്തെ വാക്യം പറയില്ല, നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് എന്താണ് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി? ബംഗ്ലാദേശിനോട് ഞാൻ ആരോടാണ് ഉപമിക്കുകയെന്ന് അറിയോ? ബംഗ്ലാദേശ് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരക്കാലത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യകാലത്തെ ഞാൻ ബംഗ്ലാദേശിനെ ഉപമിക്കുന്നത് ഇന്ത്യക്കകത്തുണ്ടായിരുന്ന ഒരു ഹൈദരാബാദിനോടാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ അഗർത്തലയിൽ നിന്ന്, ഇപ്പോൾ ത്രിപുരയിൽ ഞങ്ങളൊക്കെ പോയപ്പോൾ ത്രിപുരയിലെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് നമ്മുടെ തന്നെ മറ്റൊരു സംസ്ഥാനമായ പശ്ചിമ ബംഗാളിൻ്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലേക്ക്, ചരിത്രപ്രസിദ്ധമായ കൊൽക്കത്തയിലേക്ക് ബസ് കയറിയാൽ ആ ബസ് ഓടുന്നത് മണിക്കൂറുകളോളം ബംഗ്ലാദേശിനകത്തൂടെയാണ്. നമ്മുടെ നാടിനകത്ത് അല്ലെങ്കിൽ ബംഗ്ലാദേശ് ഒരു ശത്രുരാജ്യമായി മാറിയാൽ ആ ശത്രുരാജ്യം ഇന്ത്യക്കകത്തെ ഒരു ശത്രുരാജ്യമായി മാറുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല ഇത് എല്ലായിടത്തും ഉണ്ട്. ഷിലോങ്ങിൽ നിന്ന്, ഇപ്പോൾ മേഘാലയയിൽ നിന്ന് ബസ് കയറിയിട്ട് ബീഹാറിലെത്തണമെങ്കിലും അത് വേണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ 5-6 സംസ്ഥാനങ്ങളെങ്കിലും ബംഗ്ലാദേശ് കടന്നു കഴിഞ്ഞിട്ട് അപ്പുറത്താണ്. അതാണ് ബംഗ്ലാദേശിൻ്റെ അപകടം. ബംഗ്ലാദേശ് ഇന്ത്യാവിരുദ്ധ ശക്തിയായി മാറുകയില്ല എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. എപ്പോഴാണത്? ഷെയ്ഖ് ഹസീന ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഷെയ്ഖ് ഹസീനയ്ക്ക് നമ്മൾ അഭയം കൊടുത്തതും ആ അവസ്ഥയിലാണ്. പക്ഷേ ഷെയ്ഖ് ഹസീന ആരാണ്? ഷെയ്ഖ് ഹസീനയെക്കുറിച്ചും സൂക്ഷ്മമായ ചില വിലയിരുത്തലുകൾ നടക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഷെയ്ഖ് ഹസീന ആരുടെ പിന്തുണയിലാണ് ഇത്രയും കാലം പിടിച്ചു നിന്നത്? ഷെയ്ഖ് ഹസീന സ്വന്തം കഴിവും ആത്മാർത്ഥതയും ഒക്കെ കാണിച്ചിട്ടുണ്ട്, യാതൊരു തർക്കവുമില്ല. അദ്ദേഹം അവർ കാണിച്ച തെറ്റ് ഇപ്പോൾ അവാമി ലീഗിൻ്റെ അനുയായികൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും ഒക്കെ ലോകാവസാനം വരെ അവിടെ 30% സംവരണം കൊടുത്തിരുന്നതൊക്കെ തെറ്റാണ്. അവർ തന്നെ എടുത്തു കളഞ്ഞതാണ്. കോടതി പിന്നെയും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതിനെതിരായ അപ്പീലൊക്കെ പോകാൻ സമയം കൊടുക്കാതെ അവിടെ കലാപം നടന്നത്. അത് അമേരിക്കയുടെ അജണ്ടയായിരുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഷെയ്ഖ് ഹസീന നിവൃത്തികേട് കൊണ്ടായിരിക്കാം. ഷെയ്ഖ് ഹസീന അതിജീവനത്തിൻ്റെ പാതയിലായിരുന്നിരിക്കാം. ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിനെ ഏതാണ്ട് ചൈനയ്ക്ക് പണയപ്പെടുത്തിയിരുന്നില്ലേ എന്ന് ചിന്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ചൈനയിലെ തെക്കേ അറ്റത്ത്, ചൈനയുടെ തെക്കേ അറ്റത്ത് ഒരു വാല് പോലെ കിടക്കുന്നുണ്ടല്ലോ. ആ വാലിൻ്റെ കവാടത്തിൽ ഒരു തുറമുഖത്തിൻ്റെ പണി പൂർണ്ണമായും ആരാണ് ചെയ്യുന്നത്? ചൈനയാണ്. എന്നാലോചിച്ചു, കോക്സ് ബസാർ എന്നാണ് അതിൻ്റെ പേര്. കോക്സ് ബസാർ തുറമുഖം ചൈനയുടേതാണ്. ചൈനയുടെ വലിയ താവളം ഷെയ്ഖ് ഹസീനയുടെ തന്നെ ചെലവിൽ ബംഗ്ലാദേശിൽ ശക്തിപ്പെട്ടു വരുന്ന സമയത്താണ് ബംഗ്ലാദേശിനു മേൽ അമേരിക്കൻ കണ്ണ് വീഴുന്നത്.
ഈ 2024 ജനുവരിയിലെ തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു രാജ്യം എന്നോട് വന്ന് പറഞ്ഞു, ഇന്ത്യയുടെ അതിർത്തി പ്രദേശത്തെ 5-6 ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ കൂടി ചേർത്ത് ഒരു ക്രിസ്തു രാജ്യത്തിൻ്റെ സാധ്യതകൾ അങ്ങ് തള്ളിക്കളയരുത് മാഡം. അങ്ങ് അത്തരമൊരു ചിന്തയിലേക്ക് മനസ്സ് വായിക്കുമേ അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല